ഹലോ ഫ്രണ്ട്സ്, പോക്കുവരവ് എന്ന് പറയുന്ന സംഭവം സത്യമാണോ കള്ളമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ അത് സത്യം തന്നെയാണ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്, നേരത്തെ മതിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മതിലൊക്കെ കെട്ടുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വീട്ടിലായാലും ശരി, അതേപോലെ തന്നെ വഴക്കും കാര്യങ്ങളും ഒക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ചേട്ടന് ഒരു ആക്സിഡന്റ് ആയിട്ടുണ്ട്. ആക്സിഡന്റിൽ നിന്ന് വെറും തലനാരിഴയ്ക്ക് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. ഏകദേശം 3 ദിവസം വരെ യാതൊരു വിധത്തിലുള്ള ചികിത്സ ചെയ്യാതെ ഡോക്ടർമാർ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് തന്നെ കിടന്നിരുന്ന ഒരാൾ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. പിന്നീട് അവിടുന്ന് രക്ഷപ്പെട്ടു വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പോക്കുവരവ് എന്ന് പറയുന്ന സംഭവം സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യം തന്നെയാണ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമുക്കത് അനുഭവമുള്ള കാര്യമാണ്. ഞങ്ങളുടെ വീടിന്റെ മതിലൊക്കെ കെട്ടുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീടിന്റെ കോമ്പൗണ്ട് വഴിയായിരുന്നു അടുത്ത കാവിൽ നിന്നും ദേവിയുടെ പോക്കുവരവ് ഉണ്ട് എന്ന് അറിഞ്ഞത്. അങ്ങനെ നമ്മൾ എന്താണ് നമ്മുടെ വീട്ടിൽ ഇത്രയും പ്രശ്നമെന്നൊക്കെ അന്വേഷിച്ചപ്പോഴും, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കോഴി ആയാലും ശരി, ആടായാലും ശരി, പട്ടിയായാലും ശരി, ഒന്നും അധികം നാള് ജീവനോടെ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ വരേണ്ട അപകടങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെ മറ്റ് ജീവികൾക്കായിരിക്കും ആദ്യം വരിക എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ജീവി പോലും നമ്മുടെ വീട്ടിൽ അധികം നാള് ജീവനോടെ ഉണ്ടാവാറില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് നോക്കിച്ചപ്പോഴത്തേനും ഇതേപോലെ പോക്കുവരവുള്ള സ്ഥലമാണ്, നിങ്ങൾ കോമ്പൗണ്ട് കെട്ടി അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം കോമ്പൗണ്ട് കെട്ടി അടയ്ക്കുക വെച്ചാൽ കുറച്ച് ചിലവുള്ള കാര്യമാണ്. അപ്പൊ അതിനുവേണ്ട പൈസയൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് ഞങ്ങൾ കുറച്ച് പൈസയൊക്കെ ആയതിനു ശേഷം, സെറ്റാക്കിയതിന് ശേഷം നമ്മൾ കെട്ടി. കെട്ടിയതിന് ശേഷം നമ്മുടെ വീട്ടിൽ എന്ത് വളർത്തിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ചത്തൊന്നും പോവില്ല. നമുക്ക് വളർത്തി ഓമനിച്ച് തന്നെ നമ്മൾ കൊണ്ടടക്കുകയാണ്. പക്ഷെ നമ്മളിപ്പം ഗേറ്റ് ഒന്നും നമ്മൾ പാതിരാത്രി ഒന്നും തുറന്നിട്ടിട്ട് ഇരിക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പം അങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങാനും ഉള്ളിൽ കയറി നമ്മൾ പിന്നെ ഇത് അടയ്ക്കുമ്പോൾ അതങ്ങനെ ഉള്ളിലായി പോയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലോ അങ്ങനെയൊക്കെയുള്ള പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം എൻ്റെ ചേട്ടൻ ഇങ്ങനെ പാതിരാത്രി ജോലിയും കഴിഞ്ഞിട്ട് പാതിരാത്രിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വന്ന സമയത്ത് അകത്ത് ഗേറ്റ് പൂട്ടി അകത്ത് കയറി കഴിഞ്ഞിട്ട് വാതിക്കെ ഇങ്ങനെ നിന്നപ്പം ഗേറ്റിന് വെളിയിൽ നിന്ന് ഒരാൾ, ഒരു കറുത്ത രൂപം, ഇങ്ങനെ കൈ കാട്ടി വിളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അങ്ങ് ചെന്ന് നോക്കിയപ്പോഴത്തേനും ആരെയും കണ്ടില്ല. പിന്നെ പെട്ടെന്ന് പേടിച്ച് അകത്ത് കയറിയിട്ട് എൻ്റെ അടുത്ത്, ഞാൻ കതവ് തുറന്നു കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എന്നെ ആരോ വെളിയിൽ നിന്ന് വിളിച്ചു, കൈ കാട്ടി വിളിച്ചു. ഞാൻ ചെന്നപ്പോഴത്തേനും ആരെയും കണ്ടില്ല, എന്താന്ന് അറിയില്ല എന്ന് അങ്ങനെ പറഞ്ഞു. അപ്പം ശരിക്കും പേടിച്ചു കേട്ടോ ആൾ. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ചെടിയുടെ മറ്റേ അനങ്ങിയതായിരിക്കും, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മതിൽ കെട്ടുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഇങ്ങനെ ചിലമ്പ് ഇങ്ങനെ വലിച്ചോണ്ട് പോകുന്ന സൗണ്ടാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് പള്ളിയാണ്. ആ പള്ളിയിലെ പാസ്റ്റർ ഒരു പ്രാവശ്യം പാതിരാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ കോമ്പൗണ്ടിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ കോമ്പൗണ്ടിന് തൊട്ടടുത്താണ് പള്ളി ഇരിക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ ഒരു പ്രാവശ്യം പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒരു 12 മണിക്ക് ശേഷം അങ്ങനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പം പോക്കുവരവ് എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അനുഭവമുള്ളവർക്ക് അത് സത്യമാണ്. അനുഭവമില്ലാത്തവർ പറയും ഇതൊക്കെ വെറും നുണയാണ്, ഒന്നുമില്ല, സത്യമൊന്നുമില്ല എന്നേ പറയുള്ളൂ. പക്ഷെ അവർക്കൊരു അനുഭവം വരുമ്പോഴത്തേനും അവർക്ക് മനസ്സിലാവും അതിൽ കാര്യമുണ്ട് എന്നുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉള്ളവർ കമന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.